കാസർഗോഡ് രാംദാസ് നഗറിലെ നാഗേഷ് ചെട്ടിയാരുടെയും ചന്ദ്രാവതിയുടെയും ഏകമകനായ പ്രദീപ് രാജ് 2008 ഒക്ടോബറിലാണ് സിംഗപ്പൂർ ആസ്ഥാനമായുള്ള MV എൽറ്റനിൻ എന്ന ചരക്കുകപ്പലിൽ ഓയിലറായി ജോലിയിൽ പ്രവേശിച്ചത്. പനാമയിൽ നിന്ന് ശാന്തസമുദ്രത്തിലൂടെ ചൈനയിലേക്ക് തിരിച്ച കപ്പലിൽ പ്രദീപ് രാജ് ഉണ്ടായിരുന്നു. എന്നാൽ 2009 ഏപ്രിൽ 30-നാണ് മകനെ കാണാനില്ല എന്ന സന്ദേശം മാതാപിതാക്കൾക്ക് ലഭിച്ചത്. മാനസിക അസ്വസ്ഥത കൊണ്ട് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന കപ്പിത്താന്റെ അന്വേഷണ റിപ്പോർട്ടും 2 മാസത്തിന് ശേഷം ഈ വീട്ടിലേക്ക് വന്നു. എന്നാൽ ഈ കഥകൾ പച്ചക്കള്ളവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ഈ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ റിപ്പോർട്ട് എന്ന് പറയുന്നത് 100-110% വ്യാജ റിപ്പോർട്ടാണ് അയച്ചിട്ടുള്ളത്. അത് വേറെ കുറേ ഈ എക്സ്പീരിയൻസുള്ള ആൾക്കാർ അത് പരിശോധിച്ച് നോക്കിയപ്പോൾ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 22 ജീവനക്കാരുള്ള കപ്പലിലെ 13 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ 2 പേർ പ്രദീപ് രാജിന്റെ തിരോധാനത്തിനു പിന്നാലെ കപ്പലിലെ ജോലി ഉപേക്ഷിച്ചു പോയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ കപ്പൽ അധികൃതർ നഷ്ടപരിഹാരം എന്ന വാഗ്ദാനവുമായി മുന്നോട്ട് വരുന്നതും സംശയകരമാണ്. വിഷയം അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും അടക്കം പരാതികൾ അയച്ച് കാത്തിരിക്കുകയാണ് ഈ കുടുംബം. കൂടാതെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയുമാണ്. ഈ പ്രദീപ് രാജ് എവിടെ എന്ന ഒരു ചോദ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് വരെ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിഷൻ, കാസർഗോഡ്.